ഇന്ന് ഷമാമ കൊണ്ടൊരു സർബത്തായാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു അടിപൊളി സർബത്താണ് ഷമാം സർബത്ത്. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഷമാമാണ്. ഇതിന് സംജാൻ എന്നാണ് പറയാവുന്ന ഷോപ്പിലുള്ള ആളുകൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെന്താ പേര് നിങ്ങളൊക്കെ പറയാറുള്ളെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഷമാമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉൾഭാഗം ചെറിയൊരു യെല്ലോ ഷെയ്ഡോട് കൂടിയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷമാമ് നമ്മൾ കഴിക്കുന്ന സമയത്ത് സാധാ ഷമാമിൻ്റെ പോലെയല്ല, കുറച്ചും കൂടി ഒരു മധുരം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം മധുരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ സീഡൊക്കെ മുഴുവനായിട്ട് കളഞ്ഞ് അതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക. സാധാ ഷമാമ് ചെയ്യുമ്പോൾ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഷമാമിന് കുറച്ചും കൂടി ഒരു കട്ടിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ മിക്സിയുടെ ജാറിൽ ഏത് രീതിയിലാണ് ഇട്ട് കൊടുക്കണമെന്ന് ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതെങ്ങനെ ഇട്ടാലും പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാനൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഒരു ഷമാമ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ സാബുനരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിളച്ചിട്ട് ഈ സാബുനരിയൊക്കെ ഒന്ന് ഒരു ജെല്ല് പരുവത്തിലായി കിട്ടുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇപ്പോൾ തിളക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളക്കണം. എപ്പോഴും കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല തിളച്ച് നമുക്ക് ഈ ഒരു സാബുനരി വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ മുന്നേ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ അത് കുക്കായി കിട്ടേണ്ടത്. കണ്ടോ, മൊത്തം നല്ല ജെല്ല് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മുഴുവനും ആയാൽ നമുക്കിത് കുക്കായി എന്നറിയാം. ആ സമയത്ത് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അതിനുശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 കപ്പ് അളവിൽ പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ പാൽ ഒഴിച്ചതിലേക്ക് ഇനി വേണ്ടത് നമ്മളെ കസ്റ്റാർഡ് പൗഡറാണ്. അതൊരു ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തത് നമ്മൾ ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മാത്രമാണ് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുള്ളൂ. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിലൊന്നും പിടിക്കരുത്. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡാണോ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മിൽക്ക് മെയ്ഡാണ്. കുറച്ചും കൂടി ഒരു ക്രീമി ടച്ച് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ വീണ്ടും ഇളക്കി കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത ഷമാമ് ഒഴിച്ചു കൊടുക്കുക. ഈ ഷമാമ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഈ ഷമാമ് കുക്കായതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടണം കേട്ടോ.
അടിപൊളി സർബത്താണ്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സർബത്ത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ ഈ ഷമാമൊന്നും ചില ആളുകൾക്ക് അതിൻ്റെ ചൊയ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഷമാമ് ഒരിക്കലും കഴിക്കാത്തവരും തീർച്ചയായിട്ടും കഴിക്കും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഇത് നല്ല രീതിയിൽ തിളച്ചു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തണുത്ത് ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സാബുനരി നന്നായിട്ട് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സാബുനരിയൊക്കെ ഇതിൽ കിടന്നിട്ട് സാബുനരിയിൽ നന്നായിട്ട് മധുരമൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നല്ല രീതിയിൽ തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സർബത്താണ് ഇത് കണ്ടോ, നല്ല തിക്നെസ്സോട് കൂടി നല്ല അടിപൊളി, നല്ല ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നന്നായിട്ട് വയറ് ഫില്ലാവുന്ന ഒരു സർബത്താണിത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയണില്ലേ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അടിപൊളി സർബത്താണ്. ഈ സർബത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം.